ആമുഖമായി തന്നെ ഈ വിഷയം പരാമർശിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അദ്ദേഹം ചോദിക്കുന്നത്? അതായത് പ്രകൃതി ദിനത്തിന് അപ്പുറത്തേക്ക് വരാൻ പറ്റാത്ത എന്താണ് മിനിസ്റ്റർക്കുള്ളത് എന്നൊരു ചോദ്യം അദ്ദേഹം എടുത്ത് അതിന് അടിവരയിട്ട് സംസാരിക്കുകയാണ്. മറുപടി ആർ എസ് എസ് ചിത്രത്തിന് മുമ്പിൽ പൂവിട്ട് പൂജിക്കാൻ എന്നെ കിട്ടുകയില്ല എന്ന് ആ ഗവർണർ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളുടെ രാഷ്ട്രീയം അതാണ്. RSS ചിത്രത്തിന് മുമ്പിൽ പൂവിട്ട് പൂജിക്കണം എന്ന് ആ ഗവർണറല്ല ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ ഞങ്ങളെ ആരെയും കിട്ടൂല. അതാണ് എൻ്റെ മറുപടി. അപ്പോൾ അതായത് അവിടെ നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റാവുന്ന കാര്യങ്ങൾ അതല്ല. ഭാരതാംബയുടെ സിമ്പൽ എന്താണ്? അത് ഭാരതത്തിന്റെ സിമ്പലാണ് എന്ന് കൂടി അദ്ദേഹം അടുത്ത വരിയായി പറയുകയാണ്. അടുത്ത വരി ഞാൻ പറയാം. എത്രയോ ഭാരതാംബയുടെ ചിത്രങ്ങളുണ്ട്. കയ്യിൽ ദേശീയ പതാകയും പിടിച്ചു നിൽക്കുന്ന സ്ത്രീ രൂപത്തെ നമ്മൾ ഭാരതാംബയായി കണക്കാക്കുന്നില്ലേ? അവിടുത്തെ ആ ചിത്രത്തിനകത്ത് എന്തു പതാകയാണ് പിടിച്ചിരിക്കുന്നത്? ഇന്ത്യയുടെ ഭൂപടത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഭാരതാംബയെ ഇന്ത്യ ആദരിക്കുന്ന പടങ്ങൾ എത്രയോ ഇടങ്ങളുണ്ട്. നമ്മൾ എത്രയോ പരിപാടികളിൽ ഭാരതാംബയുടെ ഫ്ലോട്ടുകൾ അവതരിപ്പിക്കാറുണ്ട്. നമ്മൾ നൃത്ത ദൃശ്യങ്ങൾ എന്ന തരത്തിൽ കൊണ്ടുപോകാറുണ്ട്. അവിടെ എങ്ങും കാണാത്ത ഒരു വിഭാഗം മാത്രം ഉപയോഗിക്കുന്നതിന് എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക? മാതൃഭൂമിക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക? അപ്പോൾ അതായത് മിനിസ്റ്റർ പറയുന്നത് അഖണ്ഡ ഭാരതം എന്ന RSSന്റെ സങ്കല്പം, അതിൽ ഈ പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ആ ഒരു കൺസെപ്റ്റും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അവർ തയ്യാറാക്കിയ ഒരു രൂപരേഖയുണ്ട്. അപ്പോൾ അത് ഗവർണറും അവലംബിക്കുന്നു, രാജ്ഭവനെയും അതിനൊരു ടൂളാക്കി മാറ്റുന്നു എന്നാണോ? തീർച്ചയായിട്ടും അവിടെ ഉയർന്നു നിൽക്കേണ്ടത് ദേശീയ പതാകയല്ലേ, കാവ്യ പതാക അല്ലല്ലോ. കാവ്യ പതാക ഇന്ത്യയുടെ ദേശീയ പതാക ആവണം എന്ന് സംഘപരിവാർ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിൽ ആദ്യമായി സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആഘോഷം നടത്തുന്ന അവസരത്തിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ചരിത്രമുണ്ട്. ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, അതൊരു വലിയ രാഷ്ട്രീയമായി ഉയർത്തേണ്ട കാര്യമാണ്. അതൊക്കെ ഇന്നലകളിലെ ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ കാര്യത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടവർ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ദേശീയ പതാകയ്ക്ക് പകരം ഇത്തരമൊരു പതാകയുമായുള്ള ചിത്രത്തെ വരേണ്ടി വരുന്നത്? എന്തുകൊണ്ട് ദേശീയ പതാക കയ്യിലേന്തുന്ന ഒരു ദൃശ്യത്തെ അല്ലെങ്കിൽ ചിത്രത്തെ അവിടെ വെക്കാൻ കഴിയുന്നില്ല? എല്ലാവരും ചേരേണ്ടതല്ലേ ഒരു ഫംഗ്ഷനകത്തേക്ക്? അപ്പോൾ അതിന് പകരമായിട്ട് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളുക പ്രയാസമാണ്. മിനിസ്റ്റർ ഇക്കാര്യത്തിൽ നിലപാട് അദ്ദേഹം ആവർത്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കർക്കശ നിലപാടാണ് തുടരുന്നതെങ്കിൽ എന്തായിരിക്കാം ഇനി സർക്കാരിന്റെ സമീപം? വ്യക്തിപരമായി അങ്ങൊരു വ്യക്തിപരമെന്നല്ല, അങ്ങൊരു സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിലൊക്കെ തന്നെ ഇനിയുള്ള വരും ദിവസങ്ങളിൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? അല്ല, കേരളത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതും രാജ്യത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ നിലപാടുകൾ മാത്രമേ സ്വീകരിക്കാൻ കഴിയുള്ളൂ. അവിടെ നമ്മൾ മാനദണ്ഡമാക്കേണ്ടത് വേറെ ഒന്നുമല്ല, ഇന്ത്യയുടെ ഭരണഘടന തന്നെയാണ്. കാരണം ഞാനും ഭരണഘടനാപരമായ ഒരു പദവിയിലാണ് ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി മാത്രമായിട്ടല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ആ ഉത്തരവാദിത്തമുണ്ട്. അവിടെ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു സംഘടന മാത്രമാകുന്ന ഒന്നിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക? ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മൾ പറഞ്ഞ ഭരണഘടന ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അദ്ദേഹം ശാഠ്യം പിടിക്കുന്നത് RSS ചിത്രം സ്ഥാപിച്ചെടുക്കാനാണ്. RSS ചിത്രത്തിന് മുമ്പിൽ കുമ്പിട്ട് നിൽക്കാൻ ഞങ്ങളെയൊക്കെ കിട്ടുമെന്നാണോ അദ്ദേഹം ധരിച്ചിരിക്കുന്നത്? ഭരണഘടന പരമായി ഗവൺമെൻറ്റിൻ്റെ തലവൻ എന്നുള്ള തരത്തിൽ അങ്ങനെ ചെയ്താൽ എങ്ങനെയാണ് ഒക്കുക? അത് അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാവാൻ സാധ്യതയുണ്ടാവും അങ്ങനെയൊക്കെ കിട്ടുമെന്നുള്ളത്. അതൊരു ശരിയായ കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ എന്തുകൊണ്ട് ഇല്ലാതെ വരുന്നു? അപ്പം ഇത് ഒരു പ്രത്യേകമായ വിഭാഗം ഉയർത്തുന്നതാണ് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ബോധ്യപ്പെടാതെ ഇതിനകത്തേക്ക് ചേർത്ത് വെക്കണം എന്ന് അദ്ദേഹത്തിനോ ആർക്കൊക്കെയോ അവിടെ വാശിയുണ്ടാവുന്നത് കേരളത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിന് ദോഷം ചെയ്യാനേ ഉപകരിക്കത്തുള്ളൂ. മിനിസ്റ്റർ, അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് ഈ ഗവർണറെ ആരോ തെറ്റിദ്ധരിപ്പിക്കുന്നു, ഗവർണറെ ഈ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെയുള്ള നേരത്തെയുള്ള ഗവർണറുടെ ഭാഗമായിട്ടിരുന്ന അല്ലെങ്കിൽ ഒപ്പം നിന്ന ആളുകളൊക്കെ ഇപ്പോഴും പുതിയ ഗവർണറുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മറ്റെന്തെങ്കിലും ഗവർണർക്ക് ഒപ്പമുള്ള ആളുകളാണോ? അതല്ല, നമ്മൾ ഈ ഗവർണറെ വ്യക്തിപരമായി പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ RSSലൂടെ വളർന്നു വന്ന വ്യക്തിയാണ്. പദവികളിലേക്ക് എത്തുന്നതും അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല.
പക്ഷേ ഒരു ശരിയായ രീതിയിലല്ല ഈ കാര്യങ്ങളിലുള്ള നിലപാട്. ഇപ്പം ഞാൻ കൃഷി വകുപ്പിൻ്റെ മന്ത്രിയായി നിൽക്കുകയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ കയറി വന്ന ഒരാളാണ്. എൻ്റെ നോമിനേഷൻ പേപ്പർ കൊടുക്കുന്ന അവസരത്തിൽ എൻ്റെ രാഷ്ട്രീയ അഫിലിയേഷൻ ഞാൻ പരസ്യമാക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിഹ്നങ്ങളടക്കം ഞങ്ങൾക്കൊക്കെ അനുവദിച്ച് കിട്ടുന്നത്. അപ്പോൾ രാഷ്ട്രീയ ബന്ധം ഞങ്ങൾക്ക് ഒരു രഹസ്യമായ കാര്യമല്ല, പരസ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മത്സരിക്കുന്നതും ജയിക്കുന്നതും. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയമായി തന്നെ ഒരു കൂറുമാറ്റ നിരോധന നിയമം എല്ലാം വരുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി, പാർലമെന്ററി പാർട്ടി അതിൻ്റെ നിലപാടുകളൊക്കെ പ്രധാനപ്പെട്ട ഘടകമാവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെല്ലാം ജയിച്ചു വന്ന ഞാൻ കൃഷി വകുപ്പിൻ്റെ പരിപാടിക്കകത്ത് അരിവാൾ നെൽക്കതിർ ആലേഖനം ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഞാൻ ആ മീറ്റിംഗ് നടത്തിയാൽ ഞാൻ പറയുകയാണ്, അരിവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയ്ത്തിന് ഉപയോഗിക്കുന്നതാണ്, നെൽക്കതിർ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൻ്റെ ധാന്യത്തിൻ്റെ നെല്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ എന്നെല്ലാം വെച്ചിട്ട് ഞാനത് വെച്ചിട്ട് അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാനത് കൊണ്ടുവച്ചാൽ ഈ കേരളം അംഗീകരിക്കുമോ? രാഷ്ട്രീയത്തിൻ്റെ വേദികയായിട്ട് ഓരോ പാർട്ടിയും അവരവരുടെ ഇടങ്ങളിൽ അത്തരം രീതിയിലെ കൊണ്ടുവച്ചാൽ സാധാരണ നമ്മുടെ ഒരു ഗ്രാമപഞ്ചായത്ത് മുതൽ നടപ്പിലാവുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിപാടികൾക്കടക്കം ഇങ്ങനെയെല്ലാമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പോവുക? എങ്ങനെയായിരിക്കും കേരളത്തിൻ്റെ അന്തരീക്ഷം അതിനെ നിൽക്കുക? എങ്ങനെയായിരിക്കും ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അതിൻ്റെ പേരിൽ കലുഷിതമാവുക എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക.